എന്താണ്? എന്തായിരുന്നു ഇവിടെ ഇത്ര നേരം പരിപാടി? ഞാൻ പണി ചെയ്തില്ല, അത് ശരിയാക്കാൻ പറ്റത്തില്ല. അവനെ വണ്ടി കൊണ്ട് തന്നെ ലോക്ക് കണ്ടാൽ ഇളയിരിക്കാണ്. ശരിയാക്കി നാളെ സാൾട്ടസിനെ അറിയത്തില്ലേ? സാൾട്ടസിനൊക്കെ അറിയാം. അവൻ എന്താ പരിപാടി? അവന് വണ്ടി ശരിയാക്കാണ്ട് ലോക്ക് കംപ്ലൈന്റ് ആയി. അപ്പൊ അത് ശരിയാക്കി കൊടുക്കാനായിട്ട് വന്ന്. നീ ഇവിടെ വണ്ടിപ്പണിയാണോ അത് വേറെ വല്ല പരിപാടിയാണോ? വേറെ എന്ത് പരിപാടി? ഒരു പരിപാടിയില്ല. ഞാൻ കണ്ടതല്ലേ നിന്റെ കയ്യിലൊന്ന് കുപ്പി എന്തിയേ? ഏത് കുപ്പി? നീ കുടിച്ചോണ്ടിരുന്ന കുപ്പി എന്തിയടാ? അതോ, അത് കോള. അവന്റെ വണ്ടി അതിനകത്തോടെ മുഖത്ത് നോക്കി വർത്താനം പറയടാ. തങ്കച്ചേട്ടത്ത് കോള. എന്റെ പൊന്നേ, ഞാൻ പറഞ്ഞില്ലയോ തങ്കം, ഞാൻ പറഞ്ഞെന്തായി? നിന്നെക്കാള് വലിയൊരു കള്ളന്റെ കൂടെ ജീവിക്കുന്ന ഒരുത്തിയാണ് ഞാൻ. 20 വർഷമായിട്ട് ഒരു കള്ള് കുടിച്ച എന്തോരം നേരം മണം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ഇന്നലെ കുടിച്ചതിന്റെ മണം ഇപ്പോഴും അവന്റെ വായിക്കകത്ത് നിക്കാന്ന്. കോളയുടെ കുപ്പിയുടെ ഉള്ളിൽ മറ്റേ സാധനം ഒഴിച്ചിട്ടുണ്ടോ? എടുത്ത് കുടിക്കുമ്പോ മനസ്സിലാവും. എന്താടി ഇവിടെ എടുക്കാൻ പറ്റില്ല അമ്മാവ. ഇവൻ ഇവിടെ വർക്ക്ഷോപ്പിൽ പണിയാൻ പറ്റില്ല. ഇവിടെ കൊണ്ടുവന്നിട്ട് വണ്ടി പണിയണ എന്തിനാന്നറിയാമോ? കള്ളു കുടിക്കാൻ. നാട്ടുകാരെ വിളിച്ച് അമ്മായി വന്നപ്പോ ഞാൻ അമ്മായിനോട് പറഞ്ഞു അവൻ അങ്ങനെ ചെയ്യൂല അമ്മായിന്ന്. മാമണത്തോക്കിയേ കണ്ടാ കണ്ടാ മണമില്ല അമ്മാവ, മണമില്ലേ? മണമില്ലേ? അമ്മായി പോയപ്പോ ഇവിടെ നിന്ന് മടമടാന്ന് കുടിക്കുന്നു. ഇപ്പൊ ചോദിച്ചപ്പോ പറയാ കോളയാന്ന്. കോളയില് മറ്റേ സാധനം ഒഴിച്ചിട്ടുണ്ടാവും. പണിയെടുക്കുന്ന സമയത്ത് ആരെങ്കിലും മദ്യം കുടിക്കാൻ പാടുപെടാ? പണിയെടുക്കണത് പോട്ടെ, ഈ വീട്ടിൽ കയറി ഈ പിള്ളേർ ഇത്രയുള്ള ആൾക്കാരുടെ അടുത്ത് ഈ അമ്മയുണ്ട്, മുത്തുണ്ട്. മുത്ത് ഇപ്പൊ ഇല്ലാന്നല്ലേ ഉള്ളൂ, തക്കിടുണ്ട്. അവിടെ 2 പെൺപിള്ളേരുണ്ട്. കുട്ടികളുടെ മുമ്പിൽ മദ്യം കഴിക്കാൻ പാടോ? അവരൊക്കെ ഉറങ്ങിയിട്ട് പിന്നെ രഹസ്യമായിട്ട് നമ്മളൊക്കെ കൂടുന്ന പോലെ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ പണിക്കിടക്കാണ്. സത്യം എന്റെ ദൈവമാണ്, ഞാൻ കുടിച്ചത് കോളയാണ്. പിന്നെ എങ്ങനെ നിന്റെ വായിക്ക് മണം വന്ന്? ഒരു കാര്യം ഞാൻ പറയാം, കള്ള് കുടിക്കണ്ടെന്ന് ഞാൻ പറയില്ല, പക്ഷെ ഇങ്ങനെ കുടിച്ചാൽ ശരിയാവില്ല. പ്ലീറ്റോനോട് കാര്യം പറയണം. ഇന്നത്തോടെ ഇന്ന് മോൻ ബാഗും പാക്ക് ചെയ്ത് പൊക്കോ, കൊടങ്ങാവിളിക്ക് പൊക്കോ. ഞാൻ എങ്ങോട്ട് വേണേലും പൊക്കളെ. സത്യം ഞാൻ നിരപരാധി. രാവിലെ എവിടുന്ന മദ്യം കിട്ടിയേ? രാവിലെ മദ്യോ? എന്റെ ചേട്ടൻ നിങ്ങൾ കണ്ടതല്ലയോ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ വലിയ കുപ്പിയും വെച്ച് നിങ്ങളെ വിളിച്ചില്ലയോ? അത് തന്നെ. അയ്യോ അല്ലല്ല, അത് കുപ്പിയെന്നെയാവും. ഞാൻ എന്താന്ന് കണ്ടില്ല. പക്ഷെ നിങ്ങൾ എവിടേക്ക് ഈ പറഞ്ഞ രാവിലെ മേടിച്ച ഓയിൽ ഞാൻ ഇപ്പൊ പൊടിച്ച കുക്ക കോള ഇതില് കിടപ്പുണ്ട്. തുറക്ക് നീ. അവിടെ അല്ലല്ലോ, ഇവിടെ തുറക്കടാ. അല്ല, ഇത് കംപ്ലൈന്റ് ആയിട്ട് അവിടെ അല്ലേ തുറക്കണ്ട്? തുറക്കൂല. തുറക്കാൻ പറ്റില്ല. കള്ളത്തരം അല്ലെങ്കിൽ തുറന്നൂടെ? നീ ഒരു മെക്കാനിക്കൽ, നിനക്ക് തുറക്കാൻ പറ്റില്ല, പിന്നെ ആർക്കാ പറ്റിയത്? 1 മണിക്കൂറായി ഈ വണ്ടിയും കൊണ്ട് നിൽക്കാൻ. ഇതുവരെ നീ പണിഞ്ഞില്ല? സത്യമായിട്ട് ഞാൻ ഇന്നലെ അടിച്ചെന്റെ ഹാങ് ഓവർ ഉണ്ട്. പണിയത് അവനെ വിട്ട്. ഒന്നും പറയണ്ട അമ്മാവ, ക്ലീറ്റ വരട്ടെ, ഇന്നത്തോട് ഇതിന്റെ നിർത്തി തരാം. അതെ, ഈ തറവാട്ടിലെ ക്ലീറ്റും കനകനും വന്നൊരു തീരുമാനം എടുത്തിട്ട് നീ ഇവിടെ പണിതാ മതി. ഇവിടെ അങ്ങനെ കള്ളും വെള്ളം കുടിച്ച് നടക്കാൻ പറ്റില്ല. പിന്നല്ലാതെ അമ്മാവൻ വരെ വല്ല കാലത്തും ഒന്ന് വന്ന് മക്കളെ ഒന്ന് ഒരെണ്ണം കഴിക്കാന്ന് പറയണതല്ലാതെ ആ മനുഷ്യൻ പോലും ഇത്രയും പ്രായമായിട്ട് എന്നെ വിളിച്ചതാ, എന്നിട്ട് പോലും ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാ? കാണിച്ചു തരാടാ. നിർത്തിക്കോ, എല്ലാം നിർത്തിക്കോ. റൊണാൾഡേ, നീ ഇപ്പൊ ചെയ്തത് ശരിയല്ല.